ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ അശ്വിൻ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ. കൂടാതെ ശ്രുതിയുടെ ഡാൻസ് കണ്ടിട്ട് എനിക്കാണെങ്കിൽ ഭയങ്കര എൻജോയ് ആയിട്ട് അവിടെ നിന്ന് കളിക്കുകയാണേ. അതും കൂടെ കാണുമ്പോൾ അശ്വിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സ്വന്തം ഫാമിലിയെ ജയിപ്പിക്കാനല്ല ഇവൻ ശ്രമിക്കുന്നത്, അവളുടെ ഡാൻസ് കണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും. അങ്ങനെ ശ്രുതിയുടെ ഡാൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം പിടിച്ചിട്ടാണെങ്കിലും ആ ഡാൻസിൻ്റെ അവസാനം അശ്വിൻ ചിരിച്ചു പോവാണേ. അതിനുശേഷം നമ്മുടെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് അശ്വിൻ ചോദിക്കുന്നുണ്ട്, വെൽ ഡൺ ശ്രുതികുമാരി, നീ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. താങ്ക്സ് സർ. ശരിക്കും താങ്ക്സ് പറയേണ്ടത് എന്നോടല്ലേ? നിന്റെ പെർഫോമൻസിൽ എന്നെ കളിയാക്കിക്കൊണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അങ്ങനെ ആയിരുന്നില്ല എന്ന കാര്യം. അതിനുശേഷം ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും സാറ് തോറ്റുപോയാൽ ഈ ചലഞ്ചിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ സാറിന് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞതൊക്കെ സാറിന് അനുസരിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ, അത് തോൽക്കുമ്പോഴുള്ള കാര്യമല്ലേ, അത് അപ്പം ആലോചിക്കാമെന്ന് പറയട്ടോ അശ്വിൻ. അതിനുശേഷം ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണേ. അപ്പോൾ ശ്രുതി അതൊന്നും മൈൻഡ് ചെയ്യാതെ പോകുന്നത് കണ്ടിട്ട് ശ്രുതിയുടെ കൈ പിടിച്ച് മോശമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ശ്രുതി കൈ വിടാൻ ശ്രമിക്കുമ്പോഴൊക്കെ മുറുക്കി മുറുക്കി പിടിക്കുകയാണേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അശ്വിൻ ഫോൺ വിളിച്ച് നിൽക്കുന്നുണ്ടേ. അത് കാണുമ്പോൾ നമ്മുടെ ശ്യാം ശ്രുതിയുടെ കൈ വിട്ട് അങ്ങ് പോവാട്ടോ. അപ്പോൾ ശ്രുതി ചേച്ചിയുടെ വിവാഹം മുടങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും മിണ്ടാതെ ഇവിടെ നിന്ന് ഇങ്ങനെ കരയായിരിക്കും കേട്ടോ. അപ്പോൾ അശ്വിൻ അവിടെ നിന്ന് ഫോൺ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ശ്രുതി അവിടെ നിന്ന് കരയുന്നതായിരിക്കും കേട്ടോ കാണുക. അപ്പോൾ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഈ ചലഞ്ചിൽ തോറ്റു പോകുമെന്ന് വിചാരിച്ചിട്ടാണോ കരയുന്നത് എന്നുള്ള കാര്യം. ശ്രുതിക്കാണെങ്കിൽ അശ്വിനോട് ഒന്നും പറയാനും പറ്റുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.